വാഹനം പലർക്കും എന്നും ഒരു ഹരമാണ്. എന്നാൽ പ്രായത്തെ വെല്ലുവിളിച്ച് തന്റെ പ്രിയപ്പെട്ട പ്രീമിയർ പത്മിനി കാറിൽ മനോഹരമായി യാത്ര ചെയ്യുന്ന ഒരു കോട്ടയംകാരനുണ്ട്. CA ഫിലിപ്പ്. കോട്ടയം നെടുങ്ങാട് പള്ളിക്കാരുടെ സ്വന്തം കുട്ടിക്കുഞ്ചായൻ. പ്രായമെത്രയെന്ന് ചോദിച്ചാൽ 100 വയസ്സ്. പക്ഷേ കുട്ടിക്കുഞ്ചായന് പ്രായമൊരു സംഖ്യ മാത്രമാണ്. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നും എങ്ങനെ അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ തലമുറകൾക്കും ഒരു ജനതയ്ക്ക് തന്നെ മാതൃകയായി പകർന്നു കൊടുക്കുന്ന ഒരു കോട്ടയത്തുകാരൻ മൈക്കൽ ഷുമാഖർ എന്നറിയപ്പെടുന്ന മല്ലപ്പള്ളിക്കാരനായ CI ഫിലിപ്പ്, ഈ നാട്ടുകാരുടെ കുട്ടിക്കുഞ്ചായൻ. അദ്ദേഹം നമ്മളോട് പറയും ഈ 100-ാം വയസ്സിലും ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന്. കുട്ടിക്കുഞ്ചായൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വാഹനങ്ങളിൽ കുതിച്ചുപായുന്ന യുവതലമുറയ്ക്ക് മാതൃകയാണ് ഈ 100 വയസ്സുകാരൻ. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന കുട്ടിക്കുഞ്ചായൻ 50 വർഷങ്ങൾക്ക് മുമ്പാണ് ലൈസൻസ് എടുക്കുന്നത്. അന്നും ഇന്നും മിനിമം സ്പീഡ് 50 തന്നെ. വാഹനമോടിക്കാൻ തുടങ്ങിയ നാളു മുതലുള്ള ശീലമാണ് തന്റെ പ്രിയപ്പെട്ട പ്രീമിയർ പത്മിനി കാറിൽ എല്ലാ ദിവസവും യാത്ര ചെയ്യുക എന്നുള്ളത്. 100 വയസ്സായപ്പോഴും അതിനിതുവരെ ഒരു മുടക്കവും വന്നിട്ടില്ല. ആരുടെയും പരസഹായമില്ലാതെ അക്കരെ കടക്കണമെന്നാണ് കുട്ടിക്കുഞ്ചായന്റെ ആഗ്രഹം. കുട്ടിക്കുഞ്ചായ, എത്ര വർഷമായി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 50 വർഷമായി പോയി. അത് ഈ ബാങ്ക് ജോലിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴും കാറ് ഡ്രൈവിംഗ് ചെയ്യുമായിരുന്നു? ജോലിക്ക് അതെ, കാറല്ല പോകുന്നത്. അവിടെ ഒരു ഷെഡുണ്ട് ഒരാളുടെ, അപ്പോൾ അവർ ഫ്രീ ആയിട്ട് കിടക്കുകയായിരുന്നു. ആ ഷെഡിനകത്ത് കൊണ്ടിടും. വൈകിട്ട് ജോലി കഴിയുമ്പോൾ അതിനകത്ത് തിരക്കൊണ്ട് പോരും. അപ്പോൾ ഇത് വലിയ സ്പീഡിലാണോ കാർ ഓടിച്ചുകൊണ്ടിരുന്നത്? എനിക്കൊരു മിനിമം സ്പീഡുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ഓടിക്കത്തില്ല. ഒരു 45-50 കഷ്ടിച്ച്. പിന്നെ വല്ല സ്ട്രെയിറ്റ് റോഡ് വന്നാൽ ചിലപ്പോൾ 50-55 വന്നേക്കാം. അത് അങ്ങനെ സ്ട്രെയിറ്റിലോട്ട് ഇവിടെയെങ്കിലും ഇല്ല. എല്ലാ ദിവസവും കാർ ഓടിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ബാങ്കിൽ പോകണമല്ലോ. അപ്പോൾ 6 ദിവസവും ബാങ്കിൽ പോകും. ഞായറാഴ്ച പള്ളിയിലും പോകും. അപ്പോൾ എല്ലാ ദിവസവും ഇത് ഡ്രൈവ് ചെയ്യും. ഇപ്പം എത്ര വർഷമായി ബാങ്ക് ജോലി അവസാനിപ്പിച്ചിട്ട്? 40 വർഷമായി. ഇപ്പോഴും വണ്ടി ഓടിക്കുന്നില്ലേ? ഉണ്ട്. എല്ലാ ദിവസവും ഓടിക്കുമോ? എവിടേക്കാണ് പോകുന്നത്? മല്ലപ്പള്ളിക്ക് പോകും, കറുകച്ചാലിന് പോകും, പള്ളിയിൽ പോകും. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് അടുത്തൊരു പറമ്പുണ്ട്, അവിടെ വല്ലപ്പോഴും ഒക്കെ അവിടെയും പോകും. മരുന്ന് മേടിക്കാനൊക്കെ അച്ഛൻ തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു, ശരിയാണോ? മരുന്ന് മേടിക്കാനൊക്കെ ആയിട്ടൊക്കെ? മരുന്ന് മേടിക്കാനൊക്കെ തന്നെയാണ്. വേറെ പരാശ്രയം കൂടാതെ അക്കരെ കിടക്കണം എന്നുള്ള ആഗ്രഹം. അപ്പം ആരെയും ഉപദ്രവിക്കാതെ, ആരോടും ഒന്നും പറഞ്ഞ് ആരെയും പ്രയാസപ്പെടുത്താതെ എല്ലാം തന്നെ താൻ ചെയ്യണം. ഇപ്പോഴത്തെ ഈ യുവാക്കളൊക്കെ വലിയ സ്പീഡിലാണല്ലോ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ കുട്ടിക്കുഞ്ചായൻ എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, അവരുടെ ചെറുപ്പത്തിൻ്റെ ഇത് കൊണ്ട് അവർക്ക് സ്പീഡായിട്ട് തോന്നുന്നില്ല അവർക്ക്. പിന്നെ അവരങ്ങ് ഓടിച്ച് പോകുന്നു. പിന്നെ അവരും കുറച്ച് കെയർഫുള്ളായിട്ടൊക്കെയാണ് പോകുന്നത്. എങ്കിലും അങ്ങനെ പോകാതിരിക്കുന്നത് നല്ലത്. ആത്മീയ കാര്യങ്ങളിലും വളരെ മുൻപന്തിയിലാണ് കുട്ടിക്കുഞ്ചായൻ. പള്ളിയിലെ കാര്യങ്ങളിലും എല്ലാ കൂട്ടായ്മയിലും ഇപ്പോഴും നിറസജീവം. പപ്പായുടെ പ്രാർത്ഥനാ ജീവിതമാണ് തങ്ങൾക്ക് പ്രചോദനമായതെന്നാണ് മകൻ പറയുന്നത്. പപ്പയെക്കുറിച്ച് പറഞ്ഞാൽ, പപ്പ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ മുൻപന്തിയിലാണ്. പള്ളിയിലെ കാര്യത്തിലും എല്ലാ കൂട്ടായ്മയ്ക്കും എല്ലാം നിന്നും പോവുകയും പപ്പയുടെ ആ പ്രാർത്ഥനാ ജീവിതമാണ് ഞങ്ങൾക്കും വലിയ പ്രചോദനമായത്. ഞങ്ങളും ആ മാർഗത്തിൽ കൂടെയാണ് നടക്കുന്നതും എല്ലാം. അത് ഞങ്ങൾക്കും വളരെ പ്രയോജനമാണ്. എന്നും വൈകിട്ട് പ്രാർത്ഥിക്കുക, എന്നും രാവിലെ പ്രാർത്ഥിക്കുക, അതെല്ലാം കുടുംബജീവിതത്തിൻ്റെ അതങ്ങനെ പോകുന്നുണ്ട്. കുട്ടിക്കുഞ്ചായന്റെ ദിനം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. പ്രഭാതത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവവചനം വായിച്ചും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതിനു ശേഷവുമാണ് തന്റെ ദിനചര്യയിലേക്ക് കടക്കുന്നത്.
ദൈവത്തോടുള്ള ബന്ധം എപ്പോഴും കൂടുതലായി പുലർത്താൻ ശ്രമിക്കുന്ന കുട്ടിക്കുഞ്ചായന് സങ്കീർത്തനങ്ങൾ മനഃപ്പാടമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരികളിൽ താരവിളിൽ കൂടി നടന്നാലും ഞാനൊരനുഭവവും ഭയപ്പെടുകയില്ല. യഹോവ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ 100ാമത്തെ വയസ്സിലെ ദൈവം നമുക്ക് ഇത്രയും ആയുസ് നമുക്ക് നൽകിയപ്പോൾ ഇത്രമാത്രം നമുക്കൊരു സമാധാനപരമായിട്ട് ജീവിതം നയിക്കാനായിട്ട് അതിൻ്റെ പിന്നിൽ നമുക്ക് കിട്ടിയ ഭാഗ്യം എവിടെ നിന്നാണ്? ദൈവം നൽകിയ അനുഗ്രഹമാണോ? ദൈവം തന്ന അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ മിടുക്ക കഴിവ് ഒന്നും അതിനകത്ത് പ്രയോഗിക്കാൻ പറ്റത്തില്ല. ദൈവം തരുന്നതാണ്. പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമുക്ക് തോന്നിവാസം ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തോട് ക്രമീകരിച്ച് ഏകദേശം അനുസരിച്ചാണ് ദൈവം നമ്മളോടും അടുക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോയാൽ ദൈവം മാറിപ്പോകും. നമ്മൾ ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവം നമ്മളോട് അടുത്ത് വരും. അങ്ങനെ ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്. അപ്പോൾ അടുത്ത് വന്ന് ദൈവത്തോട് കൂടുതൽ സഹിത്വം ഉണ്ടായിരിക്കണം. അപ്പം ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവം നമ്മെ എപ്പോഴും ഓമനപ്പേര് ചൊല്ലി വിളിച്ച് നമ്മെ സ്വീകരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ ഒരിക്കലും മാറ്റിക്കളയത്തില്ല. ഇച്ചിരിയൊക്കെ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിൽ വന്നേക്കാം. ചിലപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ കുസൃതിയൊക്കെ കാണിക്കുകയും എന്ന് പറഞ്ഞ പോലെ നമ്മളിലും ചില അതൊക്കെ കുസൃതിയായിട്ട് ദൈവം അങ്ങ് കണക്കാക്കും. ഒന്നും നമ്മെ അതിൽ ബാധിക്കുകയില്ല. ദൈവം കരുണയുള്ളത് തന്നെയാണ്. ഇത്ര കാലം എന്നെ സൂക്ഷിച്ച് പരിപാലിച്ചു. വലിയ കഷ്ടതയിലൊന്നും ആയിപ്പോയിട്ടില്ല. ഏറെക്കുറെയൊക്കെ ന്യായമായ രീതിയിൽ ദൈവം നടത്തി. ഒത്തിരി അങ്ങ് ഉയർത്തിയുമില്ല, അതിൽ ഒട്ടുപോഴുന്നുമില്ല. തന്നതൊക്കെ ദൈവം. അത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ അതും ദൈവത്തിന് കൃപയാണ്. ചിലരുണ്ട് കിട്ടിയ ഉടനെ അടിച്ച് പൊളിച്ചത്, അതില്ല. അങ്ങനെ ജീവിതം നയിക്കണമെന്നേ ഇല്ല. അന്യായമായ രീതിയിൽ യോഗ്യമായ രീതിയിൽ പോകണം, അത്രയേ ഉള്ളൂ. 100ാം വയസ്സിലും സഭ എന്ന് പറഞ്ഞാൽ ജീവനാണ് കുട്ടിക്കുഞ്ചായന്. 100ാം വയസ്സിലെയും ഊർജത്തിന് കാരണം കർത്താവുമായുള്ള കുട്ടിക്കുഞ്ചായന്റെ ഈ തീവ്രമായ ബന്ധമാണ്. പുതുതലമുറയ്ക്ക് ഉത്തമ മാതൃകയാണ് ഇദ്ദേഹം. എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് കുട്ടിക്കുഞ്ചായൻ എന്നാണ് ഫാദർ ജോർജ് മാത്യുവിന് കുട്ടിക്കുഞ്ചായനെ പറ്റി പറയാനുള്ളത്. കുട്ടിക്കുഞ്ചായനെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം 100 അതിന്മേലോ ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ 100ാം വയസ്സിലും ജീവിതം എങ്ങനെ അർത്ഥവത്തായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറെ അഭികാമ്യം. കുട്ടിക്കുഞ്ചാനെ സംബന്ധിച്ച് 100ാം വയസ്സിലും സഭയുടെ ഒരു അഭിവാജ്യ ഘടകമായി തുടരുന്നു. 100ാം വയസ്സിലും സ്വന്തമായി വാഹനം ഓടിച്ച് ദൈവാലയത്തിലെത്തുകയും ഒരു ഞായറാഴ്ച പോലും മുടക്കാതെ ദൈവാലയത്തിൽ വരികയും ദൈവാലയത്തിൽ ഏറ്റവും നന്നായി ദൈവത്തിന് കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് ഞങ്ങളൊക്കെ മനസ്സിലാക്കുകയും തീർച്ചയായിട്ടും തൻ്റെ 100ാം വയസ്സിലെയും ഊർജത്തിന് കാരണം ദൈവത്തോടുള്ള ഈ ബന്ധമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടിക്കുഞ്ചാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മാതൃകയും എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് കുട്ടിക്കുഞ്ചാൻ. തീർച്ചയായിട്ടും കുട്ടിക്കുഞ്ചാന് തുടർന്നും ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 100ാം വയസ്സിൻ്റെയും ഊർജ്ജസ്വലത തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ മാതൃകയാവുന്നു. ദൈവം കുട്ടിക്കുഞ്ചാനെ അനുഗ്രഹിക്കട്ടെ. അഭിനിവേശത്തിന് അതിരുകളില്ലെന്നും പ്രായം ഒരു സംഖ്യ മാത്രമാണെന്നും തെളിയിക്കുകയാണ് ഈ 100 വയസ്സുകാരൻ.
കാലത്തിന്റെ അനുഭവസമ്പത്തും പുതിയ കാലത്തിന്റെ ചുറുചുറുക്കും നിറഞ്ഞ കുട്ടിക്കുഞ്ചായൻ പിന്നിലാക്കുന്നത് പ്രായമായി എന്ന് പറയുന്നവരുടെ നാവുകളെയാണ്.